നമ്മുടെ ജീവിതയാത്രയിൽ പല സമയത്തും പല സ്ഥലത്തും സോറി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോറി പറയാതെ പോയ അവസരങ്ങൾ നമ്മൾക്ക് കുറ്റബോധവും ഉണ്ടായിട്ടുണ്ട്. ഇനി മുതൽ സോറി പറയുമ്പോൾ ഈ 4 അർത്ഥങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക. ഒന്നാമത്തത് എന്താണ്? ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഐ റിഗ്രറ്റ് വാട്ട് ഐ ഡിഡ്, വാട്ട് ഐ സെഡ് ഏർലിയർ. ഞാൻ പറഞ്ഞത്, ഞാൻ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കുന്നു. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. ഇനി ഷെയറിങ് എമ്പതിയാണ്. ഐ അണ്ടർസ്റ്റാൻഡ് ആൻഡ് അക്നോളജ് യുവർ ഫീലിങ്സ്. താങ്കൾക്കുള്ള ഉണ്ടായ വേദനയിൽ, ആ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു, ഞാൻ മനസ്സിലാക്കുന്നു. മൂന്നാമത്തത്, ഞാൻ താങ്കൾക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത്, ആ നഷ്ടം അല്ലെങ്കിൽ എന്ത് ചെയ്താൽ താങ്കൾക്ക് ആ സങ്കടം കുറയാൻ കഴിയും എന്നുള്ളത്. നാലാമത്തത് ഒരു കമ്മിറ്റ്മെൻ്റാണ്, ഒരു പ്രോമിസാണ്. കമ്മിറ്റ്മെൻറ്റ് ടു ചേഞ്ച്. എക്സ്പ്രസ് യുവർ കമ്മിറ്റ്മെൻറ്റ് ഇൻ ഫ്യൂച്ചർ. ഇനി ഞാൻ ഇതുപോലുള്ള അവസരങ്ങളിൽ ആവർത്തിക്കില്ല എന്നുള്ളൊരു വാക്ക് നൽകലാണ്. ഐ വിൽ മേക്ക് ഷുവർ ടു ബി മോർ തോട്ട്ഫുൾ ഇൻ ദി ഫ്യൂച്ചർ. ഐ വിൽ വർക്ക് ഹാർഡ് ടു അവോയ്ഡ് സിമിലർ മിസ്റ്റേക്സ്. ഈ 4 കാര്യങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക. തീർച്ചയായും നിങ്ങളെ വലിയൊരു വ്യക്തിത്വത്തിനുടമയാക്കി മാറ്റുന്നു. ഇനി ഓർക്കുക, നമ്മൾ സോറി പറയുന്നത് നമ്മളുടെ കഴിവുകേടല്ല. റിമെമ്പർ, സെയിങ് സോറി ഈസ് നോട്ട് എ സൈൻ ഓഫ് വീക്ക്നെസ്, ബട്ട് റാദർ എ സൈൻ ഓഫ് സ്ട്രെങ്ത്, കറേജ് ആൻഡ് റെസ്പെക്ട് ഫോർ അതേഴ്സ്. സോറിക്ക് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. യെസ് സൂചിപ്പിക്കുന്ന സം. ഓ, വൺ ഈസ് റിയലി റിമെമ്പറിങ് യു. someone is really remembering you, and dear, I am sorry. ഇനി സോറി പറയേണ്ട മറ്റൊരു വ്യക്തിത്വം, നമ്മളോട് സോറി പറയണം. നമുക്ക് കിട്ടിയ അവസരങ്ങൾ നമ്മൾ വിനിയോഗിച്ചിട്ടില്ല, നമ്മളുടെ അറിവുകൾ നമ്മൾ ഷെയർ ചെയ്തിട്ടില്ല, നമ്മളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്തിട്ടില്ല, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നല്ല പ്രയേഴ്സ് നൽകിയിട്ടില്ല. തീർച്ചയായിട്ടും നമ്മളും നമ്മളോട് സോറി പറയുക. ഇനി ഞാനിത് ആവർത്തിക്കില്ല എന്നൊരു കമ്മിറ്റ്മെൻറ്റും ഒരു പ്രോമിസും നമ്മളോട് തന്നെ നൽകുക. ഓർക്കുക, മറ്റുള്ളവരുടെ ആ ഒരു നന്മയും ഈ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടതാണ്. മേക്ക് ടുഡേ സോ ഓസം, saying sorry to yourself and others. Thank you.